ഇതെനിക്കൊരു കസ്റ്റമൈസ്ഡായിട്ട് വന്ന ഓർഡറായിരുന്നു. സിൻഡ്രല്ല തീമിലൊരു കേക്ക് ചെയ്ത് കൊടുക്കാൻ അവർ ഓൾറെഡി എനിക്കൊരു റെഫറൻസ് പിക്ചറും സെൻഡ് ചെയ്തിരുന്നു. നമ്മളെപ്പോഴും ഒരു റെഫറൻസ് പിക്ചർ തരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് തരുന്ന സമയത്ത് അവരോട് പറയാറുണ്ട്, നിങ്ങൾ അയച്ചു തരുന്ന പിക്ചറിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്, കുറച്ച് ഡിഫറൻസസ് ഒക്കെ വരുത്തിയായിരിക്കും ചെയ്യുന്നതെന്ന്. അപ്പം മിക്കവരും അത് സമ്മതിക്കാറുമുണ്ട്. മാത്രമല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ പെട്ടെന്നൊക്കെ വരുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവർ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പിക്ചേഴ്സോ ടോപ്പേഴ്സോ ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ പ്രീ ബുക്ക് ചെയ്ത ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തി അത് ഓൺലൈനായിട്ടോ അല്ലാതെയൊക്കെ വാങ്ങി ചെയ്ത് കൊടുക്കും. കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് ഹാപ്പിനെസ് തോന്നുന്നത് ചെറിയ കുട്ടികൾക്ക് ആ കേക്ക് ചെയ്യുന്നതിനൊക്കെ അവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്, അതെങ്ങനെ വരണം, അതെങ്ങനെ ഭംഗിയായിട്ടിരിക്കണം എന്നൊക്കെ. അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള പിക്ചേഴ്സ് കുഞ്ഞു കുട്ടികൾക്ക് ഇടുമ്പം എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കേക്കിൻ്റെ നമ്മൾ ചെയ്ത ക്ഷീണമൊക്കെ മാറിക്കഴിയുന്ന സമയത്ത് നമ്മൾ ഫോണിനകത്ത് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. 12 ദിവസത്തെ നമ്മുടെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലം കഴിഞ്ഞ് അവരവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ അത് ആസ്വദിക്കുന്നതും അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ബോക്സിലാക്കി വെച്ചു കസ്റ്റമർ വരുന്നതിന് മുന്നേ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്തതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കേക്കുകളിലൊന്നാണ് ഈ കേക്ക്. താങ്ക് യു.